മലയാള സിനിമ 2023 നിന്ന് 2024 എത്തുമ്പോൾ മുൻ വർഷങ്ങളിൽ കണ്ടുവരാത്ത ഒരു ട്രെൻഡും കൂടെ കൂട്ടിയിട്ടുണ്ട്. കണ്ടന്റിലെ പുതുമകളും പരീക്ഷണ സിനിമകളും കൊണ്ട് സമ്പന്നമായിരുന്ന കാലത്ത് നിന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നൊരു ഘടകത്തിലേക്ക് കൂടി മോളിവുഡ് പറിച്ചു നട്ടിട്ടുണ്ട്. പ്രിയ താരങ്ങളുടെ പുതിയ ചിത്രങ്ങൾ കളക്ഷൻ എത്ര നേടിയെന്നറിയാൻ ഏറെ കൗതുകത്തോടെയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഹിറ്റ് സിനിമകൾ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം 220-ലധികം സിനിമകൾ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും വെറും 4 സൂപ്പർ ഹിറ്റുകൾ മാത്രമാണ് സംഭവിച്ചത്. 2024-ലെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. എന്നാൽ ജനുവരി അവസാനിക്കുമ്പോൾ തന്നെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന കാഴ്ചയാണ് മോളിവുഡിൽ. ജനുവരിയിൽ കേരള ബോക്സ് ഓഫീസിൽ ഹിറ്റായത് 2 സിനിമകൾ മാത്രമാണ്. അതിലൊന്ന് മലയാളവും മറ്റൊന്ന് തമിഴുമാണ്. മിഥുൻ മാനുവൽ തോമസ് ജയറാം കൂട്ടുകെട്ടിലിറങ്ങിയ എബ്രഹാം ഓസ്ലറാണ് ആ മലയാള ചിത്രം. ഇക്കഴിഞ്ഞ ജനുവരി 11-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രം 4-ാം വാരത്തിലേക്ക് കടക്കുകയാണ്. വൈഡ് റിലീസിന്റെ കാലത്ത് സിനിമകൾക്ക് ലോങ് റൺ ലഭിക്കുന്നത് വിരളമാണ്. എന്നാൽ ഒരു മലയാള സിനിമയ്ക്ക് സമീപകാലത്ത് ലഭിക്കാത്ത തരത്തിലുള്ള സ്ക്രീൻ കൗണ്ടാണ് 4-ാം വാരത്തിലും ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിൽ 144 സ്ക്രീനുകളിലാണ് ഓസ്ലർ നിലവിൽ പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇത് 157 സ്ക്രീനുകളിലായിരുന്നു. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം വേറിട്ട വേഷത്തിലെത്തുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടിയ ഘടകം. ജയറാമിനെ കൂടാതെ മമ്മൂട്ടിയുടെ അതിഥി വേഷവും ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഇവരെ കൂടാതെ അനശ്വര രാജൻ, അർജുൻ അശോകൻ, അനൂപ് മേനോൻ, ജഗദീഷ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം 6 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 22 കോടിയാണ്. കൂടാതെ വേൾഡ് വൈഡ് കളക്ഷനായി 40 കോടിയോളം രൂപ ഓസ്ലർ നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വിഷാദരോഗിയായ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ജയറാം ചിത്രത്തിലെത്തുന്നത്. ഒരു കൊലപാതക പരമ്പരയുടെ അന്വേഷണം ഇയാളുടെ കയ്യിൽ എത്തുന്നിടത്താണ് എബ്രഹാം ഓസ്ലർ കഥ പറഞ്ഞു തുടങ്ങുന്നത്. മമ്മൂട്ടിയുടെ അതിഥി വേഷത്തിനും തിയേറ്ററുകളിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലറാണ് കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച മറ്റൊരു ചിത്രം. സാനികായുധം, റോക്കി എന്നീ സിനിമകളിലൂടെ പ്രശസ്തനായ അരുൺ മാതേശ്വരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പീരിയോഡിക് ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമയാണ് ക്യാപ്റ്റൻ മില്ലർ. തിയേറ്ററുകളിൽ വൻ വിജയമായ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ഇതിനകം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ മില്ലർ കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് 5 കോടിയിലേറെയാണ്. ഒരു ധനുഷ് ചിത്രം ഇതാദ്യമായാണ് കേരള ബോക്സ് ഓഫീസിൽ 5 കോടി നേടുന്നത്. അതേസമയം മലയാളി സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച 4ാമത്തെ വലിയ ഓപ്പണിംഗ് ആയിരുന്നു വാലിബന് കിട്ടിയത്. എന്നാൽ സമ്മിശ്ര അഭിപ്രായങ്ങൾ വന്നതോടെ 2ാം ദിനം മുതൽ ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ താഴോട്ടു പോയി. ആദ്യ ദിനം വാലിബൻ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും 5.85 കോടിയും ഗ്രോസ് കളക്ഷനായി 12.27 കോടിയും നേടിയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 60 കോടിക്ക് മുകളിൽ ബജറ്റിൽ നിർമ്മിച്ച വാലിബൻ കേരളത്തിൽ 14 കോടിയാണ് ഇതുവരെ നേടിയത്. ആഗോളതലത്തിൽ ഇത് 27 കോടിയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ജനുവരിയിൽ മികച്ച ഗ്രോസ് നേടിയ മലയാള സിനിമകളിൽ ഓസ്ലർ 1ാമതും വാലിബൻ 2ാമതും 3ാമത് ആട്ടവുമാണ്. ഇത്തവണ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു നവാഗതനായ ആനന്ദ് ഏകർജി സംവിധാനം ചെയ്ത ആട്ടം. ജനുവരി 5-ന് തിയേറ്ററുകളിലെത്തിയ സിനിമയ്ക്ക് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ഗുണമായി. ചിത്രം കേരളത്തിൽ നിന്ന് 2 ആഴ്ച കൊണ്ട് 1.5 കോടി നേടിയെന്നാണ് റിപ്പോർട്ട്. വൻ താരനിരയില്ലാത്ത ഒരു ചിത്രത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണിത്. ജനുവരിയിൽ 25 സിനിമകളാണ് മലയാളത്തിൽ റിലീസിനെത്തിയത്. കമൽ, ഷൈൻ ടോം ചാക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ വിവേകാനന്ദൻ വൈറലാണ്. സർജാന ഖാലിദ് നായകനായ രാസ്ത, സാജിദ് യഹി സംവിധാനം ചെയ്ത ഖൽബ് തുടങ്ങിയവയായിരുന്നു മറ്റു പ്രധാന സിനിമകൾ.